രാവിലെ എണീറ്റു പല്ലേച്ചു. ഞാനിപ്പോൾ ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള വിയന്നയിലാണ്. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മാണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഈ കാണുന്ന ഒരു റൂമിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നത്. ഇവിടെ നമ്മുടെ മോളുടെ ചിത്രങ്ങളാണ്, മോളുടെ റൂമിലാണ് കേട്ടോ കിടന്നത്. ഹന ഗുഡ് മോർണിംഗ്. എനിക്ക് വേണ്ടി ഇവിടെ ഗുഡ് മോർണിംഗ് മാഹീൻ എന്നൊക്കെ എഴുതി വെച്ചു കേട്ടോ. ഹന ആള് സർക്കസ് ആണല്ലോ. പുള്ളിക്കാരി ഓൾറെഡി ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വീട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പുള്ളിക്കാരി വെറുതെ കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, ജിംനാസ്റ്റിക്കിനോട് താല്പര്യമുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ചിലപ്പോ പറ്റുമെങ്കിൽ അടുത്ത വർഷം വിടണം. ഇതാണ് നമ്മുടെ വിജിത്തേട്ടൻ, നമ്മുടെ നാട്ടുകാരനാണ്, തിരുവനന്തപുരം സ്വദേശി, വെള്ളനാട് സ്വദേശി. അപ്പൊ കഴിഞ്ഞ ദിവസം ചേട്ടന്റെ അവിടെ വന്നാണ് ഞാൻ. ഇന്നലെ വൈകിട്ട് വന്നു, രാത്രി പിന്നെ പുറത്തു പോയിട്ട് രാത്രിയാണ് കേട്ടോ വന്നത്. സോറി, ഇന്നലെ ലേറ്റ് ആയാലും. ഇന്നലെ 1:30 മണിയായിട്ടോ രാത്രി. കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. ഹന ഉറങ്ങിയോ ഇന്നലെ? കാത്തിരുന്നോ? എന്തെങ്കിലും പറ, സംസാരിക്കേ ഹന. എന്ത് പറ്റി? ചേട്ടന്റെ ചാനലിൽ വരും, മഹി ചേട്ടന്റെ ചാനലിൽ വരും നീ പറയുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ഹന്നൊക്കെ വേണ്ടാന്ന് കേട്ടോ. ഹന്ന ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു ചെറിയൊരു മഴയാണ്. ഒരാഴ്ചക്ക് മുന്നേ വരെ ചൂടും ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. ഇന്ന് വന്നപ്പോൾ മഴ. ഈ കാണുന്ന ഒരു ലോങ് മാർക്കറ്റ് അല്ലേ ഏട്ടാ? എന്താ സംഭവം? സ്ട്രീറ്റ് മാർക്കറ്റ് ആണ്. ഓസ്ട്രേലിയയിലുള്ള തന്നെ ഒരു എലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് മാർക്കറ്റാണ്. കുച്ച്കൻ മാർക്കറ്റ് എന്ന് പറയും. കുച്ച്കൻ മാർക്കറ്റ് സാറ്റർഡേ ആണല്ലേ? ഫുൾ ഓപ്പൺ ആണ്. സാറ്റർഡേ ആണ് കേട്ടോ. ഇവിടെ പല മാർക്കറ്റുകൾ, നമ്മുടെ ഫ്ലീ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്ന ഫ്ലീ മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തത് സാറ്റർഡേ ആണ്. ഇവിടെ നമ്മുടെ കബാബ് ഷോപ്പുകൾ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഓപ്പൺ അല്ല അല്ലേ? ഓപ്പൺ അല്ല. ഈവനിങ്സ് ഈ പറയുന്ന റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ, ഫുഡ് കോർട്ടുകളെല്ലാം ഓപ്പൺ ആവും. അപ്പോൾ ഈവനിങ് കുറെ ആൾക്കാർ വരും, ഇവിടുത്തെ മ്യൂസിക് കാണും. വൈനൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു ഡിന്നറൊക്കെ കഴിയുമ്പോൾ എത്തുന്ന ആ ഒരു ടൈമിലാണ് ആൾക്കാർ കൂടുതൽ ഒരു വൈബ് വരുന്നത്. ഇവിടെ സാലഡുകൾ. ഇവിടെ ഒരു പള്ളിയുണ്ട്, കുച്ച്കർ സെന്റ് ഗത്രൂഡ് എന്ന് പറയും. ഇവിടെ കുറെ പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെയാണ് കേട്ടോ. പലതരത്തിലുള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ? ഇവിടെ സ്ട്രോബെറി ഇതിൻ്റെയൊക്കെ സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറീസൊക്കെ 1 kg €7, 700 എത്ര രൂപ. പപ്പായ, അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും. കാരണം നമ്മൾ ബയോ എന്നൊക്കെ പറയും പോലെ ഈ ഓസ്ട്രേലിയക്ക് അകത്തുനിന്ന് തന്നെ വരുന്ന സാധനങ്ങളാണ് കൂടുതലും. വില കൂടുതലാണ് ഇവിടെ. ബയോ ആയതുകൊണ്ട് ഇവിടെ ഫ്രഷ് ആയതുകൊണ്ട്. പിന്നെ ചില വീഗൻ പ്രൊഡക്ട്സിനൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ പോലും കൂടുതൽ വീഗൻ ലേബൽ വെച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ. ഇന്ന് ഇവിടെ ബീഫ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചേട്ടൻ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. മദർ തെരേസയുടെ അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ ബീഫ് ഉണ്ടാക്കില്ലല്ലോ. അതെ, നമ്മളിവിടെ നമ്മൾ ചേട്ടൻ പറഞ്ഞു ഒരു മലയിൽ പോവാന്ന്, ഇവിടുത്തെ സിറ്റിയുടെ വ്യൂ പോയിന്റ് വരായിട്ട്. അപ്പോൾ എനിക്കൊരു മൂഡ് തോന്നിയില്ല. ചേട്ടൻ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്, സിനിമ പ്രാന്തനാണ് കേട്ടോ. യൂട്യൂബിൽ തന്നെ സിനിമയുടെ ബഡ്ജറ്റുകളും സിനിമയുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു ചാനലുണ്ട്. ചാനൽ പേരെന്താ? വീനർ വീഡിയോസ്, VINER വീഡിയോസ്. അങ്ങനത്തെ ഒരു ചാനലാണ് കേട്ടോ. നിങ്ങൾക്ക് സിനിമകളെ കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ചേട്ടൻ്റെ രാവിലെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. എന്നിട്ട് എനിക്കെന്ന് പറയുമ്പോൾ സിനിമ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി ചേട്ടനോട് സിനിമ കാണാനിരുന്നതാണ്, പക്ഷേ ഇന്ന് നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പകൽ കാണാം. കാരണം ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പ്ലാനുകളെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇനി ചേട്ടനെ വിട്ടുപോയാലോ, അതുകൊണ്ട് സിനിമ എന്തായാലും കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പുറത്തു പോയില്ല. അപ്പോൾ വരുന്ന വഴിയിൽ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ പരിചയത്തിലുള്ള ഒരു സിസ്റ്ററുണ്ട്, നമ്മുടെ മദർ തെരേസ ആ ഒരു ഇതിലാണ്, മിഷറീസിലാണ്, മിഷറീസ് ഓഫ് ചാരിറ്റി. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള മീറ്റാണ് കേട്ടോ. കാരണം കൂടുതലും ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള മീറ്റൊക്കെ ഇവർ പോളണ്ടിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഈ ജർമ്മനിയിലോട്ടും ഓസ്ട്രേലിയയിലോട്ടും. നമ്മൾ പുറത്തുപോയിട്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മദർ തെരേസ മിഷൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടൻ്റെ ഇവിടെ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇവിടെ ഇത് ചേട്ടൻ്റെ പേര്, ചേട്ടൻ്റെ വൈഫിൻ്റെ പേര്, ചേട്ടൻ്റെ മകളുടെ പേര്. ഇത് ഈ ചേട്ടൻ്റെ ജനറേഷൻ, ഇതിൻ്റെ അപ്പുറത്തെ ജനറേഷൻ, അവരുടെ മുതുമുത്തച്ഛന്മാരുടെ ജനറേഷൻ, ഒരു 6 ജനറേഷൻ്റെ ഒരു ഇതാണ് കേട്ടോ.
അതിൻ്റെ ഒരു ഫാമിലി ട്രീ ആണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഇത്, പിന്നെ അവിടെ ആയിട്ട് നമ്മുടെ ആനയുടെ നെറ്റിപ്പട്ടം അതൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ലെറ്റ്സ് ഗോ ഹന, ലെറ്റ്സ് ഗോ. ഈ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഓസ്ട്രിയ വന്നപ്പോൾ എടുത്ത ടിക്കറ്റാണ് കേട്ടോ. അന്ന് ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ അന്ന് 2.40 യൂറോ ആയിരുന്നു, അതായത് 250 രൂപയായിരുന്നു ഒരു ടിക്കറ്റിന്. ഇപ്പൊ തന്നെ അത് 330-340 രൂപ അടുപ്പിച്ചായി അല്ലേ? വില കൂട്ടി കേട്ടോ. കുറച്ച് ആൾക്ക് വാങ്ങിച്ചാൽ മാത്രം പോരാ, നമ്മളിത് വാലിഡേറ്റ് ചെയ്യാൻ മറന്നു പോയാലും പണി കിട്ടും. പിന്നെ ഇവിടെ ആരും ചെക്ക് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇത് യൂസ്ഫുൾ അല്ല. നമ്മുടെ സിസ്റ്ററിന്റെ ആ ഒരു ചാരിറ്റി അവിടെ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പൊതുവെ അവർ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും കേട്ടോ. ഒരു മദർ തെരേസ ചാരിറ്റി അതിൻ്റെ ഒരു ബേസിലുള്ളതാണ്. ഞാനങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. സിസ്റ്റർ നമുക്ക് സെർവ് ചെയ്യുകയാണ്. സിസ്റ്റർ ആക്ച്വലി മിഷന് വേണ്ടി ലൈഫ് എന്താ പറയുക കൊടുത്ത ഒഴിഞ്ഞു വെച്ച ഒരു സിസ്റ്ററാണ്. നമ്മുടെ ചേട്ടൻ്റെ വൈഫിൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ യമനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ സിസ്റ്റർ സേവനം അർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തെരേസ മദറിൻ്റെ ഒരു പുസ്തകമാണ് കേട്ടോ. അതായത് തെരേസ മദറിൻ്റെ സമയത്തുള്ള കുറേ അവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കൊൽക്കത്തയിലും ഇന്ത്യയിലൊക്കെ ഉള്ള ഇവർ പ്രധാനമായിട്ടും ബേസിക്കലി ചാരിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, അവർ ജീസസിന് വേണ്ടി അവരുടെ ലൈഫ് കൊടുത്തിട്ട് അവർ ചാരിറ്റി ചെയ്യുന്ന ഒരു ഇതാണ്. ഇവിടെ ഇന്ത്യയിൽ തന്നെ വെസ്റ്റ് ബംഗാളിൽ കുറേ ഉണ്ട്. വെസ്റ്റ് ബംഗാളിലാണല്ലോ ഒരു തുടക്കം എന്ന് പറയുന്നത് കൊൽക്കത്ത. പിന്നെ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത്, കൊച്ചുതുറയിലുണ്ട്, കൊല്ലത്തുണ്ട്, പലയിടത്തുണ്ട്. പിന്നെ ലോകത്ത് അമേരിക്കയിലൊക്കെ US ധാരാളം ഉണ്ട്. മെക്സിക്കോയിലുണ്ട്, ഗോട്ടമാല, ഹോണ്ടുറാസ്, നിക്കോരാഗ, പനാമ, കോസ്റ്ററിക്ക, എൽസാവഡോർ, പിന്നെ വെസ്റ്റ് ഇൻഡീസ് ഭാഗത്തുള്ള പല രാജ്യങ്ങളിലുണ്ട്. വെനിസുല, സൗത്ത് അമേരിക്കയിൽ ധാരാളം ഉണ്ട്. അങ്ങനെ ധാരാളം ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയ, പപ്പുവ ന്യൂ ഗിനിയ, ന്യൂസിലാൻഡിലുണ്ട്. പിന്നെ ചൈനയിൽ, ഹോങ്കോങ്ങിലുണ്ട്. ചൈനയിൽ മാത്രമുണ്ട്, ചൈനയുടെ മെയിൻലാൻഡിലില്ല. ചൈനയുടെ മെയിൻലാൻഡ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലുണ്ട്. കംബോഡിയ, ജപ്പാന്, തായ്വാന്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ ഏഷ്യയിൽ യമനിൽ യുദ്ധത്തിൻ്റെ ഇടയിലൊക്കെ കുറേ പേര് നമ്മുടെ മദർമാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇറാഖിൽ പല രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ പലസ്തീനിലുണ്ട്, ഇസ്രായേലിൽ ജെറുസലേമിലുണ്ട്, പലസ്തീനിൽ ഗാസയിലും നബുലുസിലൊക്കെ ഉണ്ട്. നബുലുസൊക്കെ ഞാൻ പോയതാണ്. ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് വേണ്ടി വീഡിയോ വ്ളോഗ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ചേട്ടൻ തന്നെ വ്ളോഗ് ചെയ്തോ എന്നാ. കാണുന്നത് ഫുള്ള് സിസ്റ്ററിൻ്റെ സേവനങ്ങളുടെ ചിത്രങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ചാപ്പൽ. രാവിലെ ഇവർ 4:45 എണീറ്റിട്ട് രാവിലത്തെ ഒരു പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഈവനിങ് പ്രാർത്ഥന 9 മണിക്ക് ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന. അപ്പോൾ അതിൻ്റെ ഒരു ചാപ്പലാണ് കേട്ടോ. ഇവിടെ ധാരാളം സിസ്റ്റർമാരുണ്ട്. മലയാളികൾ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സിസ്റ്റർമാരുണ്ട്. നമ്മുടെ ഈ സിസ്റ്റർ ഏകദേശം 52 വർഷമായിട്ട് ഈ ഒരു കോൺഗ്രിഗേഷനിലുണ്ട്. 52 വർഷമായിട്ട് തൻ്റെ ജീവിതം ഫുൾ അർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ആളുകളെ സേവിക്കാനായിട്ട്. ഇവിടെ ധാരാളം ഇല്ലീഗലായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മൈഗ്രൻസ്, പല ആളുകൾ, ഡ്രഗ് അഡിക്ട്സ് എല്ലാവരും വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അവരെ നോക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സേവനങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ കാണുന്ന സ്ഥലത്ത് ധാരാളം, ഒരു ഹാള് മുഴുവൻ ധാരാളം ആളുകളുണ്ട് കേട്ടോ. അവർ ഫുള്ള് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഫ്രീ ആയിട്ട് അവർ ഭക്ഷണങ്ങൾ കൊടുക്കും, അവർ ശുശ്രൂഷിക്കും. അങ്ങനത്തേക്ക് ഒരു സംഭവമാണ്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവരെയൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുറേ ഇല്ലീഗലായിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരുടെയൊന്നും വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ അത് നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് വിജിത്തേട്ടൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ജോണു, ഹായ്. ജോൺ വന്നിട്ടുണ്ട്. ജോണിനെ ഞാൻ വീണ്ടും പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ പഴയ വിയന്ന എപ്പിസോഡ് കണ്ടവർക്കറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? അടിപൊളി. ഇന്നലെ ഞാനും ജോണും ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മുടെ പ്രോസിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പ്രോസി നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിയന്നയിലെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം. സൗത്ത് അമേരിക്കക്കാർക്കും ആഫ്രിക്കക്കാർക്കും പ്രോസി എന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ദോശ. ഇവിടെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് പോവുകയാണ്. കോൾ വരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഓസ്ട്രേലിയ വിയന്നയിലാണ്. നമ്മുടെ പ്രിൻസങ്ങളുടെ അടുത്താണ്. പ്രിൻസങ്ങളുടെ പ്രോസി ഷോപ്പിലാണ് കേട്ടോ. അവരുടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് രാവിലെ ഭക്ഷണം കഴിക്കുകയാണ്.
ഇതിനിടയിൽ റെസ്റ്റോറൻറ്റ് രാവിലെ തുറന്നിട്ടില്ല. അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞു. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു 2 ദോശ ഇത്. അപ്പം ഞാൻ പറഞ്ഞു 2 അല്ല 3. കാരണം ഞാൻ വിചാരിച്ചത് എന്തെന്നാ, നമ്മുടെ നാട്ടിലെ സാധാരണ ദോശയാണ് 3 ഇത് വലിപ്പം ഉണ്ട് കേട്ടോ രാവിലെ. കാരണം ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്. ഇവിടെ 10:30 മണിയായി. അപ്പം നമ്മുടെ പ്രോസി എക്സോട്ടിക് സൂപ്പർ മാർക്കറ്റ്, അവരുടെ സൂപ്പർ മാർക്കറ്റ് ഈ കാണുന്ന അവരുടെ ഭക്ഷണശാല. ഞാൻ പണ്ട് വന്ന് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഓൾറെഡി, അപ്പം നിങ്ങൾക്ക് അറിയാം. പിന്നെ മാത്രമല്ല, ഞാൻ ഈ വരുന്ന നവംബറിൽ ഒരു യൂറോപ്പ് ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വളരെ വിലക്കുറവിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ പാക്കേജാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവരെയായിട്ടും എൻ്റെ ട്രാവൽ കമ്പനി വഴി ഒരു ട്രാവൽ പാക്കേജുകളും കൊടുത്തിട്ടില്ല. നമ്മൾ കൂടുതൽ കസ്റ്റമൈസ്ഡ് ആണ്. വരുന്ന എൻക്വയറിക്ക് അനുസരിച്ച് ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ട്രാവൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു യൂറോപ്പിലൊരു ട്രാവൽ പാക്കേജായിട്ട് അനൗൺസ് ചെയ്തിട്ട് ആളെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഉടൻ തന്നെ അനൗൺസ് ചെയ്യും. യൂറോപ്പിലോട്ട് നവംബറിലോട്ട് ഒക്ടോബർ എൻഡിലൊക്കെ അല്ലെങ്കിൽ നവംബറിൽ വരാനായിട്ടുള്ള ആൾക്കാർ താല്പര്യമുള്ളവരൊക്കെ. അപ്പോൾ ഓൾറെഡി മനസ്സിൽ കരുതി വെച്ചിരിക്കുക. മറ്റുള്ള ആളുകൾ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ട്രാവൽ കമ്പനി നവംബറിൽ ഒരു പാക്കേജ് ഇറക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ 2 ദിവസമായിട്ട് വന്നിട്ട് ഞാൻ നമ്മുടെ പ്രിൻസിപ്പളിനെ വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല. ഞാൻ പ്രോസിയെ മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം എന്തുണ്ട് വിശേഷം? സുഖം, സുഖമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. നമ്മുടെ WMF ഒക്കെ എങ്ങനെ പോകുന്നു? WMF ഇപ്പൊ നമ്മള് 170 രാജ്യങ്ങളിലായി. കഴിഞ്ഞ ആഴ്ച ഏറ്റവും അവസാനം ലാവോസ് എന്ന് പറയുന്ന രാജ്യമില്ല, അവിടെ ലാവോസിൽ കയറി. പക്ഷെ ഞാൻ ഇയാളോട് പറഞ്ഞായിരുന്നല്ലോ പണ്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കണം എന്ന്. 25 രാജ്യം കൂടെ ആയാല് നമ്മൾ ഈ 195 രാജ്യങ്ങളിലേക്കാണ്. ഞാൻ എന്തായാലും പിടിക്കും. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ഞാനാണെങ്കിൽ അന്നേ വാക്ക് കൊടുത്തിട്ട് പോയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാനൊരു 5 കൺട്രിയിൽ പിടിച്ചു തരുമെന്ന്. പക്ഷെ ഞാൻ പോയ രാജ്യത്തെല്ലാം WMF ഉണ്ട്. ഓൾറെഡി WMF മറ്റേ മുന്തിരി വള്ളി പോലെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. ഞാൻ പോകുന്ന അവിടെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ മുമ്പ് പോയ സ്ഥലങ്ങളിലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നു. ഇനി അവിടെ വീണ്ടും പോകണം. ബട്ട് എന്നിരുന്നാലും ഞാൻ ആ മിഷൻ ഇതുവരെയായിട്ട് വിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാനില്ലാത്ത സ്ഥലത്ത് ഇവരില്ലാത്ത സ്ഥലത്ത് മലയാളികൾ ഉള്ളത് വളരെ കുറവാണ്. എറിട്രിയയിലാണ് ആഫ്രിക്കയിൽ ഇല്ലാത്ത ഒറ്റ ഒരു രാജ്യം. 53 ഉണ്ട്. എറിട്രിയയിൽ അവിടെ മലയാളികളൊന്നും ഇല്ല കേട്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യക്കാർ തന്നെ ഇല്ല അവിടെ. നോർത്ത് കൊറിയ പോലത്തെ ആഫ്രിക്കൻ രാഷ്ട്രമാണ്. പിന്നെ പ്രിൻസിപ്പളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പ്രോസിയുടെ ഡയറക്ടറും ചെയർമാനും. ബാക്കി പറഞ്ഞോ. ഒന്നുമില്ലപ്പാ, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മള് 26 വർഷമായി പ്രോസിയായിട്ട് പോകുന്നു. 10 വർഷമായി WMF ആയിട്ട് പോകുന്നു. രണ്ടും നന്നായിട്ട് പോകുന്നു. ഓക്കെ. WMF പിന്നെ ലാവോസ് ഉള്ളത്. പിന്നെ അടുത്തായിട്ട് ഏത് രാജ്യം കയറിയത്? ഇപ്പൊ അടുത്ത് അതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇതാണ് കേട്ടോ. ഇത് മാപ്പ്. ഞാനന്ന് ഈ മാപ്പൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഈ കാണുന്ന മാപ്പിൽ അടയാളപ്പെടുത്തിയ എല്ലാ രാജ്യങ്ങളും ഉള്ളതാണ് കേട്ടോ. ഇപ്പൊ അടുത്തായിട്ട് ലാവോസ് കയറി. യൂറോപ്പിലോ? അണ്ടോറ. അണ്ടോറ കുഞ്ഞു രാജ്യം. അണ്ടോറയിൽ വന്നല്ലേ. ലാറ്റിൻ അമേരിക്കയിലൊക്കെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും കയറി കേട്ടോ. ഞാൻ പോയ രാജ്യത്തെല്ലാം WMF ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്താ? പറ. ഞാനേ അപ്പൊ എന്താ ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്നത് ആ കംപ്ലൈന്റ് പരിഹരിക്കാനാണ് കേട്ടോ വന്നത്. ആ കംപ്ലൈന്റ് പരിഹരിക്കാനാണ് വന്നത്. ഇനി കംപ്ലൈന്റ് എന്താണെന്ന് നോക്കാം. കംപ്ലൈന്റ് ഞാൻ പറഞ്ഞപ്പോ കംപ്ലൈന്റ് ആയിട്ട് തോന്നിയോ? എനിക്ക് തോന്നിയില്ല. കാരണം എന്തെന്നോ മനസ്സിലും മാനസികമായിട്ട് എനിക്കറിയാം ഞാൻ എത്രത്തോളം WMF എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞപ്പോൾ സന്തോഷവും തോന്നി. ഞാൻ കുറ്റം ചെയ്തതായിട്ട് തോന്നിയില്ല. അതിന് പറഞ്ഞോ. അതായത് ഈ പെറുവിൽ ചെന്നിട്ട് ഇദ്ദേഹം ആകെ മൊത്തം പാസ്പോർട്ടൊക്കെ പോയി ആകെ മൊത്തം പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് അറിയാലോ പെറുവിൽ വളരെ കുറച്ച് മലയാളീസേ ഉള്ളൂ. ഞാൻ നമ്മുടെ പ്രോസി ഗ്ലോബൽ ചാരിറ്റിയായി ബന്ധപ്പെട്ട അവിടെ വീടുകൾ വെക്കാൻ പോയ സമയത്ത് പരിചയപ്പെട്ട അച്ഛന്മാരുണ്ടായിരുന്നു, കന്യാസികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുത്തി. സിസ്റ്റർ പുഷ്പ അല്ലേ? അപ്പൊ ആ പുള്ളിക്കാരി സ്വന്തം മകനെ പോലെ നിങ്ങളെ നോക്കി. ശരിയാണോ? അതെ. പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം 2-3 എപ്പിസോഡ് കാര്യങ്ങൾ ചെയ്തു. അതിനകത്ത് ഒരിക്കൽ പോലും WMF ഒരു സഹായം കിട്ടി എന്ന് പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി എനിക്കൊരു ചെറിയ വിഷമം തോന്നി. കാരണം ലോകത്തിലെ ഒരുപാട് ആളുകൾക്ക് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഹെൽപ്പ് കൊടുക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അത് ചെറിയൊരു ഹെൽപ്പ് അല്ല. അന്നത്തെ കാര്യം ഒന്നുകൂടെ വേണ്ടി റിപ്പീറ്റ് ചെയ്തോ. അന്ന് എങ്ങനെയായിരുന്നു സംഭവിച്ചതെന്നും പിന്നെ എങ്ങനെയാണ് സിസ്റ്റർ നിങ്ങളെ നോക്കിയതെന്നും അത് കഴിഞ്ഞ് വേറെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്തില്ലേ. ഇതെല്ലാം ഈ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ത്രൂ WMF എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് നിങ്ങൾ പറയാത്തപ്പം ഒരു ചെറിയ ഒരു നീരസം തോന്നി, അത്രേ ഉള്ളൂ. അതിപ്പോൾ തീർന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ലണ്ടനിലിരുന്ന് നമ്മളിങ്ങനെ ഫോം വിളിച്ചപ്പം ഞാനും ഷംജിത് ബ്രോയും നമ്മുടെ കേരള ഡിലൈറ്റ്സിൻ്റെ ഷംജിത് ബ്രോ ഇങ്ങനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ഒറ്റയടിക്ക് പറയാം, ഞാൻ നിൻ്റെ അടുത്ത് പണക്കമാണെന്ന്. ഞാൻ ചോദിച്ചു ഇതെന്താ പണക്കം?
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ ഒരു മെസ്സേജ് വന്നപ്പോൾ റിപ്ലൈ വന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ബിസി അല്ലേ. അപ്പോൾ ഈ പിണക്കം കാരണമാണ് കേട്ടോ പുള്ളി എനിക്ക് റിപ്ലൈ തരാത്തത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ എന്നെ ആ പിണക്കം എനിക്ക് അറിയണമല്ലോ. ഞാൻ പിണക്കം എന്താണെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ വിയന്ന വന്നത്. വിയന്ന വരാനുള്ള പ്ലാനില്ലായിരുന്നു. ആകെ പിന്നെ കരോളയുടെ ഫാമിലിയെ കാണണമെന്നുണ്ടായിരുന്നു. ബട്ട് കരോളയുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാത്തതും, അല്ലെങ്കിൽ ഞാൻ പൊതുവെ അവിടെ നിൽക്കുന്നതാണല്ലോ, ഇതൊന്ന് വരാൻ വേണ്ടി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നേരെ അന്ന് തന്നെ ഹാൾഷാട്ട് പോയിട്ട് വിയന്ന വന്നത്. അല്ലെങ്കിൽ കരോളയുടെ വീട്ടിലൊരു 2-3 ദിവസമെങ്കിലും നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ വന്നു. ഇന്നാണ് അറിഞ്ഞത്. പക്ഷെ അറിഞ്ഞപ്പം ഞാൻ ഓക്കെയാണ് കേട്ടോ. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈവൻ നമ്മുടെ ചെക്ക് ഫാമിലി ഉണ്ടല്ലോ, ചെക്ക് ഫാമിലിയിൽ പോയാലും അവർക്ക് ഒരു WMF-നെ കുറിച്ച് അറിയാം. വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രാഗിലുണ്ടെന്ന് പോലും അവർക്കറിയാം. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ എല്ലായിടത്ത് പോയാലും കേരളത്തെയും പ്രൊമോട്ട് ചെയ്യും, WMF-നെയും പ്രൊമോട്ട് ചെയ്യും. പക്ഷെ വീഡിയോയിൽ എവിടെയും പറഞ്ഞില്ല എന്ന് തോന്നും. അത് ഞാൻ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് WMF എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് കേട്ടോ. മലയാളികളല്ല, ഈവൻ ഫോറിനേഴ്സിൻ്റെ അടുത്ത് വരെ ഞാൻ വിശദീകരിച്ചെടുക്കും. കാരണം ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ഗ്രൂപ്പില്ല. ബട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പുറത്തില്ലേ അല്ലെ കുംഭസാരം ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ക്ഷമിച്ചില്ലേ? അല്ല, അങ്ങനെ അതിന് മാത്രം വലിയ വിഷയമല്ല. എങ്കിൽ പോലും നമ്മള് ഇപ്പൊ നിങ്ങൾ ഒരുപാട് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇതുള്ള ആളല്ലേ, അപ്പം അതുകൊണ്ട് WMF എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാലോ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അത്ര ഞാൻ WMF-ന് വേണ്ടി ഒരു പ്രത്യേക വീഡിയോ ഇറക്കും കേട്ടോ. നോക്കിയോ റെഡി. ഞാൻ ഇതിന് പശ്ചാത്തലമായിട്ട് ഞാൻ ചെയ്യാത്ത തെറ്റിന് പശ്ചാത്തപിക്കുകയാണ് കേട്ടോ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ബട്ട് അതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ പശ്ചാത്തപിക്കുന്നത്. ഓക്കെ, താങ്ക് യു കേട്ടോ. വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. അങ്ങനെ വലിയ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയൊരു പരിഭവം, ആ പരിഭവം തീർത്തു. അല്ലെങ്കിൽ ഞാൻ തീർക്കായിരുന്നു. അപ്പൊ ഇയാൾ ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ വിളിച്ച് തീർക്കുമായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ. എനിവേ, താങ്ക് യു. ഞാൻ വന്നത് പുള്ളിയെ ഞാൻ അത്ര ഇത് കൊടുക്കുന്നുണ്ടാണ് കേട്ടോ. കാരണം ഞാൻ അന്ന് ഓസ്ട്രേലിയ വന്നപ്പം എന്നെ വിളിച്ചു, എന്നെ ഇവിടെ എല്ലാം നല്ലതുപോലെ തന്നു. മാത്രമല്ല പുഷ്പ സിസ്റ്ററിനെ കണക്ട് ചെയ്തത് നമ്മുടെ പെറുവിലെ സിസ്റ്റർ ലിസി സിസ്റ്റർ ഞാൻ വീണ്ടും തൃശ്ശൂർ പോയി കണ്ടു. അപ്പോൾ ഇവരെല്ലാം കണക്ട് ചെയ്തത് നമ്മുടെ പ്രിൻസിപ്പളാണ് കേട്ടോ. എനിക്കൊന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് വിശ്വാസം കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ ഒരു വിട്ടുപോയതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കടപ്പാടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കടപ്പാടുള്ള ഒരു വ്യക്തി നമ്മളടുത്ത് പിണക്കമാണെന്ന് കളിയായിട്ട് പോലും പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ എത്രത്തോളം ആളുകൾക്ക് വില കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ബട്ട് ഇപ്പോൾ എനിക്കൊരു സന്തോഷവും ഇതുമായി. അപ്പോൾ ഇനി നേരെ UN-ലോട്ട് പോവാണ്. UN-ൽ ഞാൻ അന്ന് ഓൾറെഡി പോയായിരുന്നു. അപ്പോൾ UN-ൽ നമ്മുടെ ജോണാസിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഓൾറെഡി ഞാൻ ദോശ കഴിച്ച കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അതാണ് പരിപാടി. ഇന്നലെ ഞാൻ ഇവിടുത്തെ പ്രോസിയുടെ അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്തു. അച്ചാർ അടിപൊളിയാണ്. അച്ചാർ എല്ലാവരും വാങ്ങണം. അച്ചാർ കൊള്ളായിരുന്നു കേട്ടോ. നമ്മുടെ വേറൊരു മലയാളി പയ്യനുണ്ട്, പുള്ളി നാട്ടിൽ നിന്ന് വന്നു. അതിന് പേരുന്ന റോജർ ഉണ്ടാക്കിയ അച്ചാറായിരുന്നു കേട്ടോ. നല്ല അച്ചാറായിരുന്നു, ഫ്രഷ് അച്ചാറ്, പിന്നെ ചിപ്സ് കേട്ടോ. അപ്പൊ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിനി നമ്മുടെ UN-ലോട്ട് നമ്മുടെ മെട്രോ എടുത്ത് പോവുകയാണ്. ഇവിടുത്തെ യുബാൻ എന്നാണ് പറയുന്നത്. UN ആണ് അതിൻ്റെ ചിഹ്നം. ഞാനൊരു 10 മിനിറ്റ് നടന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് വന്നിട്ട് യുബാൻ എടുത്ത് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കാട്ടി വില കൂടി കേട്ടോ. ഇവിടെ €1 100 രൂപ അടുപ്പിച്ച് കൂടി. ഒരു 6-8 മാസത്തിന് ശേഷം നല്ല വില കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇവരുടെ മന്ത്ലി പാസ് ഒരു കാർഡുണ്ട്. അപ്പോൾ അത് പ്രിൻസിപ്പലിൻ്റെ അവിടെ നിന്ന് ആൻറ്റി തന്നായിരുന്നു. പിന്നെ അത് ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണോ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. സമയം കേട്ടോ. ഞാൻ 1 മണിക്ക് ലഞ്ച് നമ്മുടെ യുണൈറ്റഡ് നേഷൻ്റെ ഓഫീസ്, അവർക്ക് ലോകത്ത് പല ഓഫീസുകളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട അറ്റോമിക് എനർജിയുടെയൊക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. U3-ലോട്ടാണ് ഞാൻ പോകുന്നത്. നമ്മുടെ പ്രോസീര പരസ്യം ഇവിടെ വരെ ഉണ്ട് കേട്ടോ. ഞാൻ മെട്രോയിൽ കയറി UN-ലോട്ട് പോവാണ്. പ്രോസിയുടെ പരസ്യം ഞാൻ അവിടെ കണ്ടു. ഞാൻ നമ്മുടെ VIC, നമ്മുടെ വിയന്ന ഇൻ്റർനാഷണൽ സെൻറ്റർ, അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻ്റെ ഈ ഒരു ഫുൾ സിറ്റിയെ പറയുന്നത് യൂണിവേഴ്സിറ്റി എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അതിൻ്റെ മെയിൻ ഒരു ഗേറ്റിലോട്ട് ഇരിക്കുവാണ്. ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം അതിൻ്റെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇവിടെ ധാരാളം സ്റ്റുഡൻസ് പോകുന്നുണ്ട്. വലിയ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ. അതാണ്ട് ഒരു വെള്ളരിപ്രാവിനെ പറത്തി വെച്ചിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അതിൽ വെച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പം അവരുദ്ദേശിക്കുന്നത് തന്നെ അതായത് സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. യുണൈറ്റഡ് നേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് 1945 ഈ വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് യുദ്ധമൊക്കെ നിർത്തി എല്ലാവരും നേരാവാൻ വേണ്ടി 51 രാജ്യങ്ങൾ ചേർന്ന് തുടങ്ങിയ ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട 4 ഹെഡ് ക്വാർട്ടേഴ്സാണുള്ളത്. ഒന്ന് നൈറോബി, കെനിയയിലുണ്ട്. അതിൽ ഓരോ സ്ഥലത്തും ഓരോ സംഭവങ്ങളാണ്. ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ക്രൈമിനെ കുറിച്ചുള്ളത്, ഡ്രഗ്സിനെ കുറിച്ചുള്ളത്, അങ്ങനത്തെ കുറേ ഇതാണ്.
ആണ്. പിന്നെ അറ്റോമിക് എനർജി പിന്നെ ന്യൂയോർക്കിലുണ്ട്, പിന്നെ ജനീവയിലുണ്ട്. അപ്പോൾ ന്യൂയോർക്കിൽ ഇതിൻ്റെ വേറൊരു ഹെഡ് ക്വാർട്ടറാണ്, മെയിൻ ഹെഡ് ക്വാർട്ടർ. അപ്പോൾ അതാണ് UN. അവർ UN ലോക കാര്യങ്ങൾ പല സംഭവങ്ങളും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട്. ഇവിടെ പല മലയാളികളും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ UN-ൻ്റെ ഒരു വീഡിയോ, പല മലയാളികൾ പണ്ട് മുതലേ വന്ന കുറേ മലയാളികളുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മലയാളികളോട് അന്ന് ഞാനൊരു എന്തിനായിരുന്നു ഒരു ലഞ്ച് കഴിക്കാനൊക്കെ പോയി വെടിപ്പുരയെന്നെന്തോ പറയുന്ന മലയാളികൾ ഒരുമിച്ചിരിക്കുന്ന ലഞ്ച് ഏരിയ അതൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇന്ന് മലയാളികളുണ്ടെങ്കിൽ ഞാനൊന്ന് കാണാം. നമ്മുടെ ജോണ് വരുന്നുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹായ്. ഫുള്ള് സെക്യൂരിറ്റി മെഷേഴ്സാണ് കേട്ടോ, നല്ല സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. നമ്മളെങ്ങനെ ഉള്ളിലോട്ട് വന്നു. ജോൺ, എന്താണ് വിശേഷം? സുഖായിരിക്കണു. വെൽക്കം ടു UN. താങ്ക് യു. എൻ്റെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഞാൻ UN വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ജീവൻ ചേട്ടനാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ ജോണിൻ്റെ കൂടെ വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടൻ. ഹായ്, നമസ്കാരം. പേരെന്താ ചേട്ടൻ്റെ? ഹരി. സോറി, ഞാൻ തന്നെ മറന്നു. ഹരിചേട്ടൻ എവിടെയാ തിരുവനന്തപുരത്ത്? ട്രിവാൻഡ്രത്ത്. ഞാൻ ശ്രീകാര്യം അറ്റോമിക് എനർജിയിലാണോ വർക്ക് ചെയ്യുന്നത്? എത്ര വർഷമായി? ഇവിടെ 2 കൊല്ലം, ഏജൻസിയിൽ 2 വർഷമായി. ഓക്കെ. അതെ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഓക്കെ. ഇവിടെ ധാരാളം മലയാളികളുണ്ടല്ലേ? ഉണ്ട്, കുറെ പേരുണ്ട്. 50+ ആൾക്കാരുണ്ട്. 50 പേര് മലയാളികളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാന ഒരു ഏരിയ കേട്ടോ. ഇവിടെ ഒരു മെമ്മോറിയൽ പ്ലാസ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലോകരാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഫ്ലാഗ് പോളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. കാണുന്നത് നമ്മുടെ യുണീഡോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സെക്ഷൻ്റെ ഇതാണ്. പിന്നെ ഈ വരുന്ന ഭാഗത്ത് ധാരാളം അവരുടെ കുറേ പ്രൊജക്ട്സിൻ്റെത്, അതിൻ്റെ കുറേ ചേട്ടൻ തന്നെ പറഞ്ഞോ, അതായിരിക്കും ബെറ്റർ. ഇത് CTBTയുടെ സ്ഥലമാണ്, CTBTയുടെ ഓഫീസാണ്. ഈ ഭാഗത്തോട്ടല്ലേ നമ്മുടെ അറ്റോമിക് എനർജിയുടെ? അപ്പുറത്താണ് അറ്റോമിക് എനർജി ഏജൻസി ഉള്ളത്. ഇതിൻ്റെ അകത്താണ് യുണീഡോയുടെ ഓഫീസ് ഉള്ളത്. ഇത് CTBTയുടെ ഏതൊക്കെ കൺട്രീസ് ഏത് വർഷം ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തായിരിക്കും. ഓക്കെ. അവിടെ ഒരു ചെറിയൊരു ഗ്രാഫിൽ അവർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അറ്റോമിക് എനർജി, അതായത് ഇവർ ന്യൂക്ലിയർ മിഷൻസ് കാര്യങ്ങളൊക്കെ ആരൊക്കെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ന്യൂക്ലിയർ മിഷൻസ് ഏതൊക്കെ കൺട്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ 98 പൊക്രാൻ ടെസ്റ്റ് ചെയ്ത ഇന്ത്യയുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഇത്രയും നാൾ ഇതിൻ്റെ അറ്റോമിക് എനർജീസ് ടെസ്റ്റ് ചെയ്ത രാജ്യങ്ങളാണ് കേട്ടോ. ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടന്നത് വേൾഡ് വൈഡ് എവിടെയൊക്കെയാണ് ന്യൂക്ലിയർ ടെസ്റ്റിംഗ്, ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ ഇയർ ആണ് ഇത് ടെസ്റ്റ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് ഒന്ന് നോർത്ത് കൊറിയ, പിന്നെ നമ്മുടെ പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന, ഫ്രാൻസ്, UK, നമ്മുടെ റഷ്യ ഇപ്പോഴും നടത്തിയിട്ടുണ്ട്. പിന്നെ USSR ആയിരുന്ന സമയത്തും സോവിയറ്റ് സമയത്തും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ USA. ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ ഇവരുടെ ഔട്ടർ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ഈ കാണുന്നത് നമ്മുടെ മൂണിൻ്റെ ഒരു ലൂണാർ സാമ്പിളാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു സ്റ്റോണ് മൂണിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ലൂണാർ സാമ്പിളാണ്. അതിൻ്റെ ഒരു റോക്കാണ് കേട്ടോ. പണ്ട് ഏത് സമയത്ത് പോയ അസ്ട്രോണട്ടാ, അപ്പോളോ 15 പോയ ഒരു ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന ഒരു അസ്ട്രോണട്ട്, അദ്ദേഹം കൊണ്ട് കളക്ട് ചെയ്ത ഒരു സാധനമാണ്. ഏകദേശം 160 ഗ്രാമോളം വലിപ്പമുണ്ട് ഈ കാണുന്ന നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റോണിന് കേട്ടോ. നമ്മുടെ ലോകത്തിലെ ആദ്യമായിട്ട് മൂണിൽ കാലുകുത്തിയിട്ടുള്ള നമ്മുടെ നീൽ ആംസ്ട്രോങ് ആ ഒരു സമയത്തുണ്ടായിരുന്ന നമ്മുടെ സ്യൂട്ടില്ലേ, അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് കേട്ടോ. അവിടെ സ്പേസ് സ്യൂട്ടിൻ്റെ ഒരു റെപ്ലിക്കയാണ് അതുപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ചിത്രങ്ങളുണ്ട് കേട്ടോ. അതായത് UN വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ കുറച്ച് ചിത്രങ്ങളൊക്കെയാണ്. ഇദ്ദേഹം എനിക്കൊന്ന് ഒരു ബംഗാളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഫോർമർ ഡയറക്ടർ ഓഫ് ലാംഗ്വേജ് ഓഫ് ഒരു ഫോർമർ ഡയറക്ടറായിരുന്നു ഈ കാണുന്ന ഒരു ഇതിൻ്റെ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കണ്ടോളൻസ് നമുക്ക് എഴുതാനായിട്ടുള്ള ഒരു പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തു വച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ ഒരു മെയിൻ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പൂർണ്ണ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. നമ്മൾ യുണൈറ്റഡ് നേഷൻ്റെ അകത്തുള്ള ഒരു ക്യാൻറ്റീനിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് അവിടെ പോയി നമുക്ക് പേ ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. ഇവിടെ മാത്രമല്ല മീൽസ്, ഏതൊക്കെ മീൽസാണ് അവൈലബിൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ ഓൾറെഡി മെനുവിൽ കൊടുത്തതനുസരിച്ചിട്ട് നമുക്ക് അത് ഏത് കോർണറിലാണ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നമുക്ക് വാങ്ങാവുന്നതാണ്. ഹായ്, നമസ്കാരം. സുഖം. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു.
ഞാനങ്ങനെ സ്റ്റേക്കും കുറച്ച് ഫ്രൈസും ഭക്ഷണം എടുത്തു. താങ്ക് യു. ബോൺ അപ്പറ്റൈറ്റ് ചേട്ടാ. ചേട്ടൻ വന്നിരിക്കുന്ന കൗണ്ടർ ഇവിടെയാണോ, ഈ ഭാഗത്താണോ? ഇവിടെ ഒരുമിച്ച് തന്നെ പല മലയാളികൾ പല ഗ്രൂപ്പായിട്ട് പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ അന്നിരുന്ന സ്ഥലം അവർക്ക് ഒരു പ്രത്യേക പേരുണ്ട്, അവരൊരു ടീം ഗ്രൂപ്പാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം പറ്റുമെങ്കിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ പല മലയാളികളുണ്ട് കേട്ടോ, ഇവിടെ തന്നെ വേറെ മലയാളികളുണ്ട് പലയിടത്തൊക്കെ ആയിട്ട്. ബോൺ അപ്പറ്റൈറ്റ് ജോണും. ഞാനങ്ങനെ അന്ന് വന്ന് ഇരുന്ന് ലഞ്ച് കഴിച്ച സ്ഥലം ഇതാണ്. അന്ന് ഇവരുടെ ഒരു മലയാളികളുടെ ഒരു കോർണറുണ്ട്, ആ ഒരു കോർണറിലോട്ട് ഞാൻ തിരിച്ചും വന്നു. നമ്മുടെ ജോണി ചേട്ടനുണ്ട്. പിന്നെ നമസ്കാരം. എൻ്റെ പേര് എബി എന്നാണ്. എത്ര നാളായി ഇവിടെ? ഞാൻ 32 വർഷമായി. 32 വർഷമായി. നാട്ടിലെവിടെയാ? നാട്ടിൽ കുറവലങ്ങാട്. അന്ന് നമ്മൾ കണ്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. ഇപ്പോഴാണ് മഹീനെ കാണാൻ സാധിച്ചത്. മഹീൻ്റെ ഒരു ചാനലെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം മഹീനെ. അതിനൊരു വളരെ സന്തോഷം. താങ്ക് യു കേട്ടോ. ഇത് നമ്മുടെ ചേട്ടനെ ഓൾറെഡി പെരുമ്പാവൂർ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. പ്രാവശ്യം കണ്ടതിൽ സന്തോഷം. നിന്റെ യുക്രൈനുള്ള യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എൻ്റെ പേര് മാർട്ടിൻ ജോർജ്. തൊടുപുഴയാണ് വീട്. ഇവിടെ 30 വർഷത്തിൽ കൂടുതലായി. വീഡിയോകളെ കാണാറുണ്ട്. വളരെ സന്തോഷം. എല്ലാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. കണ്ടതിൽ സന്തോഷം. നമ്മൾ അന്ന് വന്നപ്പം കണ്ടില്ല കേട്ടോ അങ്കിളിനെ. ഞാൻ ജീവിച്ച് പരിചയമുള്ളതിനെയും കാട്ടി UN വർക്ക് ചെയ്ത് പരിചയമുള്ള ആളുകളാണ് കേട്ടോ ഇവരെല്ലാവരും തന്നെ ഇവിടെ. ഞാൻ നമ്മുടെ 23ാം ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ന്യൂക്ലിയർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. നമ്മുടെ ഈ അങ്കിളിൻ്റെ ഓഫീസാണ് കേട്ടോ. വരുന്നില്ലേ? വന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഇവിടത്തെ കുറിച്ച്. ഇവിടെ എല്ലാം ഓരോ ഓഫീസുകളാണ് കേട്ടോ. നമ്മുടെ സഞ്ചാരം വന്നിട്ട് ഈ അങ്കിളിൻ്റെ ഓഫീസ് റൂമൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ 23ാം ഫ്ലോറിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വിയന്നയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ യുണൈറ്റഡ് നേഷൻ്റെ ആ ഒരു ഗ്രൗണ്ട് ഭാഗമുണ്ടല്ലോ, ഞാൻ കാണിച്ച ഇവരുടെ ഫ്ലാഗ്സ് എല്ലാം ഉള്ളത്. അത് ദാന്യൂബ് റിവർ ആ കാണുന്നതാണ് കേട്ടോ. ഇവരുടെ വിയന്നയെ വേർതിരിച്ചിട്ടുള്ള ഒരു റിവർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡാന്യൂബ് റിവറിൻ്റെ ഓപ്പോസിറ്റ് ആ കാണുന്ന ഭാഗത്താണ് കേട്ടോ ഇവരുടെ സിറ്റി ഫുള്ളായിട്ടുള്ളത്. നമ്മൾ വേറൊരു ഓഫീസ് വന്നിട്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അവിടെയും നമ്മുടെ ദാന്യൂബ് റിവറൊക്കെ ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണല്ലേ റെസ്റ്റോറൻറ്റ്? റെസ്റ്റോറൻറ്റ് അത് വിയന്ന വുഡ്സ് എന്ന് പറയും. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹില്ലാണ്. കാണുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹില്ല്. പിന്നെ ഇതിൽ റെസ്റ്റോറൻറ്റാ. ഞാൻ അവിടെ കണ്ടില്ലേ, അവിടെ വെച്ചിരിക്കുന്നത് മൊറോക്കൻ ഗവൺമെൻറ് കൊടുത്ത ഒരു സ്നേഹ സമ്മാനമാണ്. ഇവിടെ യുണൈറ്റഡ് നേഷന് പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കോഡ് ഓഫ് ലോ സ്റ്റെലെ, അതായത് ബാബിലോണിയൻ കാലഘട്ടത്തിൽ BC 1700 കാലഘട്ടത്തിൽ അന്നത്തെ ബാബിലോൺ സമയത്തുള്ള 6ാമത്തെ രാജാവിൻ്റെ അന്നത്തെ നിയമങ്ങളാണ് കേട്ടോ. കല്ലിൽ കൊത്തിയുള്ള നിയമങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ നിയമങ്ങളുടെ ഒരു തർജ്ജിമ, ആ ഒരു നിയമങ്ങളെ അവർ ഇംഗ്ലീഷ് ഭാഷയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ അവരുടെ അന്നത്തെ ലാംഗ്വേജ്, കോഡ് ലാംഗ്വേജിനെ മാറ്റിയിട്ട് അത് വെച്ചിട്ടുള്ളതാണ്. ഇതായിരുന്നു കേട്ടോ അന്നത്തെ നിയമവ്യവസ്ഥ. ബാബിലോണിയൻ സംസ്കാര സമയത്തുണ്ടായിരുന്ന എഴുത്തുകളൊക്കെയാണ്. അപ്പോൾ താങ്ക് യു. കണ്ടതിൽ സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷം. തിരുവനന്തപുരത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ UN നെക്സ്റ്റ് തവണ വരുമ്പോൾ കാണാം. ഞാൻ അന്ന് വന്ന എല്ലാവരെയും കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും കുറച്ച് പേര്, 2 പേര്, അന്നത്തെ 3 പേരൊക്കെ ഉണ്ട്. പിന്നെ അന്ന് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരടുത്തൊക്കെ സംസാരിച്ചു. പിന്നെ കുറച്ച് പേര് ഇരുന്നു. നമ്മളിനി പുറത്തോട്ട് പോവാം. നമ്മളിനി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫ്ലാഗുകൾ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ പഴയ ഫ്ലാഗാണ്. നമ്മുടെ ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ്റെ ഇത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പഴയ അഫ്ഗാനിസ്ഥാൻ്റെ ഇത്. അതേസമയം നമ്മുടെ അങ്ങായിട്ട് നമ്മുടെ സിറിയയുടെ ഫ്ലാഗ് ദോഹ കാണുന്ന കണ്ടില്ലേ, പച്ചയിൽ നടുക്കൊരു സ്റ്റാർ ഉള്ളത് 3 സ്റ്റാറാക്കി, 2 സ്റ്റാറായിരുന്നു മുന്നേ ഉള്ളത്. അതിനെ ഇപ്പോൾ 3 സ്റ്റാറാക്കി. പുതിയ ഗവൺമെൻറ്, നമ്മുടെ ജൂലാനി ഗവൺമെൻറ് വന്നതിൻ്റെ പുതിയ ഫ്ലാഗ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനും ജോണും കൂടെ നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സിറ്റി ഗേറ്റ് എന്ന് പറയുന്ന ഒരു
ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മുടെ പ്രോസിയുടെ വേറൊരു ബ്രാഞ്ച്, പ്രോസി 2 സ്ഥലത്തുണ്ട് കേട്ടോ, അവരുടെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ വേറൊരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടില്ല. നമ്മുടെ സിറോഷ് ചേട്ടനില്ലേ, അതായത് നമ്മുടെ പ്രിൻസ് തങ്ങളുടെ അനിയൻ, പുള്ളിയും ആക്ച്വലി ഇവിടെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിയെ കൂടെ ഞാൻ ജർമ്മനിയിൽ പോയപ്പോൾ പുള്ളിയെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അതാണല്ലേ അവിടെ പ്രോസി എക്സോട്ടിക് സൂപ്പർ മാർക്കറ്റ്. ഇത് കുറച്ച് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക ഫർണിഷ്ഡ് ഐറ്റം പോലെ, ഫർണിഷ്ഡ് മാർക്കറ്റ് പോലെ അല്ലേ. കാരണം നമ്മുടെ പ്രോസി അവിടുത്തെ വേറൊരു ഇതാണ്. ഇവിടെ ഇത് മോളിലായുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ കണ്ടില്ലേ പ്രോസിയാണ് കേട്ടോ. പക്ഷെ അവിടത്തേൻ്റെ വലിപ്പമില്ല അല്ലേ, കുറച്ചുകൂടി ചെറുതാണ്, പക്ഷെ കുറച്ചുകൂടി മോഡേൺ ആണ്. ഇവിടെ നമ്മുടെ കേരള ഭക്ഷണങ്ങളും ഏഷ്യൻ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ഏത്തമ്പഴയ്ക്ക് കിലോ 300 രൂപ ഉണ്ട്, 1 കിലോയ്ക്ക് 300 രൂപ ഉണ്ട്. പിന്നെ നമ്മുടെ തേങ്ങയ്ക്ക് ഒന്നിനാണോ ഇതിനാണോ 200 ആണ് കേട്ടോ. ഇപ്പം എനിക്കൊന്ന് ഒന്നിനാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മരിച്ചിനല്ലേ, ഇതല്ല യാമാണ് കേട്ടോ. ഈ കാണുന്ന യാമ് മരിച്ചിനി പിന്നെ വാക്സ് വെച്ചിട്ടാണല്ലോ വരുന്നത്. മരിച്ചിനി കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അല്ല കേട്ടോ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് മരിച്ചിനി വരുന്നത്. വാക്സ് വെച്ചിട്ടുള്ള മരിച്ചിനിക്ക് 1 കിലോയ്ക്ക് 500 രൂപ ഉണ്ട്. 500 രൂപയിൽ കൂടുതലുണ്ട് സംഭവം. അവനാണ് കേട്ടോ പറഞ്ഞത് ഉറക്കത്തിൽ വരുമ്പോൾ വീഡിയോ എടുക്കണമെന്ന്. ഇതാണ് സിറോഷ് ചേട്ടൻ, പരിചയപ്പെടുത്തണ്ടല്ലോ വേറെ പ്രത്യേകിച്ചല്ലേ, നമ്മൾ ജർമ്മനിയിൽ നിന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. എന്താണ് പിന്നെ ലാലേട്ടനെ കാണിച്ചില്ലല്ലോ. പുള്ളി ലാലേട്ടനുമായിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി കുറേ നേരം സ്പെൻഡ് ചെയ്ത് എന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല കേട്ടോ ഇവര്, ചുമ്മാ കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ കളിയാക്കുന്നത്. എന്നാലും മോശമായിപ്പോ കേട്ടോ. മുമ്പ് നമ്മുടെ ഇവിടെ മെട്രോയിലൊക്കെ വരുമ്പോൾ, ഓരോ മെട്രോയിൽ കയറുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ വൈഫൈ എടുത്ത് കളഞ്ഞു തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നെറ്റില്ല. ഞാൻ വിചാരിച്ചു സിം എടുക്കാത്തതിൻ്റെ കാരണം ഇവിടെ എക്സ്പെൻസീവും വൈഫൈ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാട് കേട്ടോ ഇവിടെ മാനേജ് ചെയ്യാനായിട്ട്. ഞാനൊരു ഉച്ചമയക്കമൊക്കെ എടുത്ത് ഇതാണ് പ്രോസിയുടെ ഇവരുടെ ഒരു കിച്ചൺ കേട്ടോ. അതായത് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടി എന്താ പറയുക, ഒരു കുക്കിംഗ് ക്ലാസ് വെക്കും കേട്ടോ. നീയാണോ ഇപ്പോഴത്തെ കുക്കിംഗ് ലീഡർ ക്ലാസ് കൊടുക്കുന്നത്? ഇതാണ് നമ്മുടെ ആകാശ് കേട്ടോ. ആകാശ് എവിടെ സ്ഥലം? റോജർ എവിടെയാ സ്ഥലം? റോജർ ഞാൻ മൂവാറ്റുപുഴ. എത്ര ആളായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഇപ്പോ 3 ആഴ്ചയായിക്കാണ്. 3 ആഴ്ചയായുള്ളൂ. എങ്ങനെയുണ്ട്? അടിപൊളി. ജർമ്മനൊക്കെ പഠിച്ചോ? പഠിച്ചോണ്ടിരിക്കുന്നു. ജർമ്മൻകാരി കെട്ടണ്ടേ? പയ്യെ കെട്ടാന്നല്ലേ, സമയമുണ്ടല്ലോ. ഇപ്പൊ 3 ആഴ്ച ആയല്ലോ. റോജർ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. റോജർ അടിപൊളി കുക്കാ. റോജറിന്റെ ബീഫ് ഞാൻ കഴിച്ചു, അടിപൊളി ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി. ഇവിടെ റോജർ അച്ചാറ്, പ്രോസിയുടെ അച്ചാറാണല്ലേ? പ്രോസിയുടെ അച്ചാറാണ് ഇത്. റോ ഗ്രേപ്സ് ആണ്, നോക്കുമ്പോ പഴുക്കാത്ത ഗ്രേപ്സ് നമ്മൾ അച്ചാറിട്ട് ഒരു ട്രയൽസ് പോലെ നമുക്ക് നോക്കുവാണ്. ഓക്കെ. പിന്നെ ആപ്പിൾ ഉണ്ട്, പിന്നെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ? ഇത് നമ്മുടെ ഏത്തപ്പഴം നമ്മള് റീയൂസ് ചെയ്യുവാണ്. അപ്പൊ ഏത്തപ്പഴം കൂടുതൽ പഴുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ബോണ്ട അങ്ങനെ ഏത്തപ്പഴം ഇട്ടതാണ് ടേസ്റ്റ് ചെയ്ത്. ഏത്തപ്പഴത്തിന്റെ ആണ് കേട്ടോ ഈ കാണുന്നത്. പഴുത്തതാ? അപ്പം നല്ലോണം റൈപ്പായത്. എന്റെ ഉമ്മ ഇന്ന് വിളിച്ചപ്പം പറഞ്ഞതാണ്, നീ ദയവ് ഇത് കഴിക്കുന്ന ഇടല്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ക്യാമറയ്ക്ക്, അതുകൊണ്ടാണ് എന്റെ കഴിക്കുന്ന സൗണ്ട് വരെ ക്യാമറ എടുക്കുന്നത്. അപ്പം പിന്നെ നല്ലപോലെ ചവച്ച് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് വരില്ല അല്ലേ റോജറെ? ഇപ്പൊ കഴിക്കുന്നത് വലിയ സൗണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ ക്യാമറയിൽ തോന്നും കേട്ടോ, നേരെ തോന്നുന്നില്ലല്ലോ, അരോചകമല്ലല്ലോ. അതാ അതുകൊണ്ടാണ് കേട്ടോ ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ഞാൻ ഇനി കഴിക്കുന്നത് കാണിക്കൂല കേട്ടോ, കാരണം എനിക്ക് എന്നിട്ടും കമന്റ് കിട്ടണ്ട. എന്തിനാണ് തെറി കിട്ടുന്നത്? ഇതൊക്കെ കുക്കിംഗ് ക്ലാസിന്റെ അല്ലേ? ഓരോ രാജ്യത്തിന്റെ കുക്കിംഗ് ക്ലാസ്സുകളാണ്. ഗോട്ടമലയുടെ ഉണ്ട്, ഗാന ഫുഡ്, എക്വഡോറിയൻ ഉണ്ട്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, കോസ്റ്ററിക്ക, ബ്രസീലിയൻ. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഈജിപ്ഷ്യൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ഹോങ്കോങ്, മെക്സിക്കൻ, നോർഡിക്, ജമൈക്ക, കെനിയ. വെർ ഈസ് അവർ കേരള ഇല്ലേ? സൗത്ത് ഈസ്റ്റ് കുച്ച് എന്നിട്ടുണ്ട്. സൗത്ത് ഫുഡ്, ചട്നി, സാമ്പാർ. ഓരോ ദിവസം ആഴ്ചയിൽ ഒരു ക്ലാസ് എന്തോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാനൊരു ക്ലാസ്സിലൊക്കെ. വെള്ളിയാഴ്ചയാണ് നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. പിന്നെ ഇതാണ് നമ്മള് എല്ലാരും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെയാണ് ഫുഡ് കഴിക്കണേ. ഇതാണ് നമ്മള് പിക്ചേഴ്സ് എല്ലാം വന്നത്. നമ്മളെ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ. ഇതാണ് കുക്കിംഗ് ക്ലാസ്സിന്റെ ഓരോ ഫോട്ടോസ് കേട്ടോ. പ്രോസിയിൽ വന്നാൽ മതി കേട്ടോ. പ്രോസിയിൽ വന്നാൽ നിങ്ങൾക്ക് കുക്കിംഗ് ക്ലാസ് എല്ലാം കിട്ടും. ദാണ്ട് ഗാന, ഓരോ രാജ്യങ്ങളുടെ കുക്കിംഗ് ക്ലാസ് കിട്ടും. ഇവിടെ
ഇത് പ്രോസി നമ്മുടെ തെങ്ങുണ്ട് കേട്ടോ. എൻ്റെ ട്രാവൽ കമ്പനിയിലും ഞാൻ തെങ്ങ് വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. പ്രോസിയിലും തെങ്ങുണ്ട് കേട്ടോ. ഇത് പ്രോസി അപ്പാർട്ട്മെൻറ്റിൻ്റെ, അത് പ്രോസി കോസ്മെറ്റിക് ഉണ്ട്, പ്രോസി കുക്കിംഗ് ക്ലാസ്സിന് വേറൊരു ചിഹ്നമുണ്ട്, പ്രോസി ചില്ലി എന്താണല്ലോ കിച്ചൻ്റെ അത്. ഇതും പ്രോസി എക്സോട്ടിക് വേൾഡിനും ചില്ലിയുടേതാണ് കേട്ടോ. എന്താ ഇത് ആഫ്രിക്കൻസ് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. Alcohol ആണോ? നോൺ ആൽക്കഹോളിക് ആണ്. ആ. നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ് ബീറ്റാ മാൾട്ട്. വീട്ടാ മാൾട്ട് എന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത്. എനിക്ക് കുടിക്കാനോ? അതെ, I don't think. ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇങ്ങനെ കുടിക്കാം. ഏറ്റവും ഫേമസ് ആണ് ഇവിടെ, ഏറ്റവും കൂടുതൽ. നീ കുടിക്കോ? ഞാൻ കുടിക്കാറില്ല. ട്രൈ മണം കാണുമ്പോ തന്നെ ബോധം കിട്ടു വീഴും. നല്ലൊരു ഹണിയുടെ ടേസ്റ്റ് ആണ് കൂടുതൽ വന്നത്. ട്രൈ ചെയ്ത് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ മണം എടുത്ത് വന്നെ ഇല്ല. നല്ലൊരു നമ്മുടെ നാടൻ. ഓക്കെ ഇച്ചിരി ബിറ്റർനെസ് ഉണ്ട്. ഹണിയുടെ ടേസ്റ്റ് വന്നില്ലേ? ഹണിയാണോ ബിയർ പോലെയാണോ? അത് തന്നെ മാൾട്ടിന്റെ ടേസ്റ്റ് ആണ് വന്നത്. പക്ഷെ ഹണിയുടെ ആണ്, മധുരമുണ്ട്. ബിയർ ബിയറിന്റെ ടേസ്റ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ആ ഒരു ഇത് കേട്ടോ. ആ നാറ്റം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്മെല്ല്. കാണുമ്പോ ബിയർ പോലെ തോന്നും അല്ലേ? കാണുമ്പോ ബിയർ പോലെ, പക്ഷെ നോൺ ആൽക്കഹോളിക് ആണ്. അപ്പൊ ചിയേഴ്സ് കുടിച്ചോ. ചിയേഴ്സ്. ഈ കാണുന്നതാണ് റോജറിന്റെ ഷെഫിന്റെ ബുക്ക്. പറ റോജറെ, എന്താ സംഭവം? നമ്മള് എല്ലാ ഡിഷും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രാമുകൾ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. എന്നെങ്കിലും ഇപ്പോ ഒരു ഡിഷിന് സോർനെസ് കൂടിപ്പോയോ, സോൾട്ട് കൂടിപ്പോയോ, എല്ലാം ഇതിൽ എഴുതി വെക്കും. എല്ലാ ഗ്രാം വെച്ച് നമ്മൾ മെഷർ ചെയ്താണ് നമ്മൾ ടൈം വരെ എഴുതിയിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന ടൈം, ഡേറ്റ് എല്ലാം നമ്മൾ എഴുതി വെക്കും. അതൊരു ശീലമായി. ഒരു കലയാണല്ലേ? ആർട്ടിസ്റ്റ് ആണ് നീ? യെസ്. പിന്നല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റ് എന്നാണെങ്കിൽ പറയാം. ചട്നി, നമ്മുടെ സാധാ തേങ്ങ ചമ്മന്തി വരെ നമ്മൾ ഗ്രാം ഒഴിക്കും. അത് ഇത് എല്ലാം ഉണ്ട് കേട്ടോ. ചെമ്മീൻ ചമ്മന്തി, അങ്ങനെ ഓരോരോ ഐറ്റംസ്. ഇപ്പൊ നമ്മള് ആഫ്രിക്കൻ പെപ്പർ ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം ട്രയൽസ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ റെഡ് കളർ ബെൽ പെപ്പർ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ. അപ്പൊ അത് നല്ല സ്പൈസിയാണ്. അപ്പൊ നമ്മുടെ ഒരു തേങ്ങ ചമ്മന്തിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ട്രയൽസ് ഞങ്ങൾ അടിച്ചു. ശാസ്ത്രജ്ഞനും കൂടിയാണ് കേട്ടോ. ഇപ്പൊ സയന്റിസ്റ്റും കൂടിയാണ്. ഫുഡ് സയന്റിസ്റ്റ്, പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആണ്, ഫുഡ് ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ എനിക്കാണെങ്കിൽ ഉണ്ടാക്കാനും പറഞ്ഞുകൂടാ. അതാ ഇതുപോലെ ഇരുന്ന് കഴിക്കുന്നു. പപ്പടം പോലും നേരെ ഉണ്ടാക്കാൻ വയ്യാത്തവനാണ് കേട്ടോ ഈ സംസാരിക്കുന്നത്. കരിഞ്ഞ പപ്പടം ഉണ്ടാക്കി കൊടുത്തതിന് കുറെ തെറിവിളികൾ നിങ്ങൾ കേട്ടതാണല്ലോ. അപ്പൊ ഞാൻ രാവിലത്തെ ദോശയും അവന്റെ ഇപ്പോഴത്തെ ചിക്കൻ കറിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ കഴിക്കുവാണ്. ചെറിയൊരു വിശപ്പെട്ടോ വൈകിട്ടായപ്പോ. ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. ചേട്ടനെ അന്നേ എനിക്ക് പരിചയമുണ്ട്. പുള്ളിക്കാരൻ പഞ്ചാബി അല്ലേ? പഞ്ചാബി അല്ല, ബംഗ്ലാദേശ്. അതായത് പ്രോസി തുടങ്ങി. പ്രോസിക്ക് എന്നെക്കാട്ടി വയസ്സുണ്ട്. 26 വയസ്സാണ് പ്രോസിക്ക്. എനിക്ക് 25 വയസ്സേ ഉള്ളൂ. 26 വർഷമായിട്ട് ഇവിടെ പ്രോസി ഉണ്ട്. 24 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. 24 कैसा है प्रोसी का आपका काम कैसा चल रहा है? बोलो, कंप्लेंट है तो अभी बोलो. If it is, I am 24 years. If 24 years here, if there is any complaint, then I cannot be 24 years. There is no complaint. That's why 24 years I be here. When are you going to Bangladesh next? Next year, I want to go this year, but I don't know. I was planning to go this year because I want to climb about the train and do the subway surf. Okay. But then for me, I need a visa. Yeah, for Bangladesh, so I need to go to. But now it is take time. Yeah, it is now. Now is easy. This is both sides. This is the India also get this. They opened up the visit visa and Bangladesh also the visit visa. I hope it is not too difficult now. ഞാന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചോദിക്കാത്ത ഒരു സംഭവമാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഈ പുള്ളിക്കാരൻ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 24 വർഷമായിട്ട് നമ്മുടെ മാനേജറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോസിയുടെ മാനേജർ എന്ന് പറയാം. അതല്ല, നമ്മുടെ ഫാമിലി മെമ്പറും കൂടിയാണ്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ 24 വർഷത്തിലെ എന്ത് കാര്യങ്ങൾക്കും പുള്ളി നമ്മുടെ കട്ടയ്ക്ക് കൂട്ടത്തിലുണ്ട്. നമ്മുടെ എല്ലാ ഡെവലപ്മെന്റ്സും, എല്ലാ അഭിവൃദ്ധിക്കകത്തും പുള്ളിയുടെ ഒരു പാർട്ട് ഉണ്ടെന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലായി. പുള്ളിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇവിടെ നല്ല സൗണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞേ. ഓഫ് ആക്കാൻ പറ്റുമല്ലേ? ഇതാ പുതിയ ആള്. അവൻ ഇനി 24 വർഷം കഴിഞ്ഞ് കാണാം. 24 വർഷവും പുള്ളി 3 ആഴ്ചയും കേട്ടോ. അപ്പൊ പ്രോസി എങ്ങനെയാ ആശയം വന്നത്? ഇത് തുടങ്ങാനുള്ള ആശയം വന്നത് എങ്ങനെയാ? അന്ന് ഞാൻ ഇത് ചോദിച്ചോ? അന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അന്നത്തെ വീഡിയോയിൽ ഇതില്ല. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് പറയാം.
പ്രോസി നമ്മള് പ്രോസി മീനിങ് അറിയാലോ, അത് ഞാൻ പറഞ്ഞു. പ്രിൻസ് പള്ളിക്കുന്ന് അല്ല അതാണ് എന്തോ പറഞ്ഞു പ്രയോറിറ്റി പ്രസ്റ്റീജ് തന്നെ പ്രസ്റ്റീജ് റിപ്പബ്ലിക് അതൊന്നുമല്ല. എന്തോ അതാ പൊളൈറ്റ്നസ്, പിന്നെ റെസ്പെക്ട്, ഒബീഡിയൻസ്, സർവീസ്, എന്താ പറഞ്ഞോ, ഇന്റിമസി. ഇതെല്ലാം നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഇതിട്ടത്. പക്ഷെ അതിനേക്കാളല്ലേ സന്തോഷം വെച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന വേർഡല്ല. പ്രോസി ആൾക്കാർ പെട്ടെന്ന് ടക്ക്. എൻ്റെ അടുത്ത് ഞാൻ ഗോനമാടി എൻ്റെ കമ്പനി നെയിം പ്രിൻസിപ്പൾ പറഞ്ഞു, നിനക്ക് വേറെ ചെറിയ നമ്പർ പേരിട്ടു. അല്ല, ഞാനെന്തെന്നോ ഈ ഹാർഡായിട്ടുള്ള സംഭവം ആളുകളുടെ മനസ്സിൽ ഈസി ആയിട്ട് കയറ്റും. അതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം, ഈ പ്രോസി ഇട്ട് കഴിഞ്ഞപ്പം പലരും ഇന്ത്യൻ റെസ്റ്റോറന്റ് പ്രോസി, അപ്പൊ അല്ല ഇന്ത്യൻ റെസ്റ്റോറന്റ് അല്ല, ഒരു പ്രോസി ഇട്ട് കഴിയുമ്പോൾ ഇതൊരു ഇന്ത്യൻ ബേസ് ആണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ പലരും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് എന്ത് പേരാണ് ഇതിന്റെ മീൻ? നമ്മുടെ കോക്കനട്ട് ഉണ്ട്, റെസ്റ്റോറന്റ് അല്ലേ? മറ്റേതിനകത്ത് നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, സാധനം വെച്ചിട്ടുണ്ടല്ലോ. എനിവേ, അപ്പം പഠിക്കാൻ വന്നതിന് ശേഷം അങ്ങനെ മനസ്സിലാതെ തീർച്ചയായിട്ടും അതിനകത്ത് അല്ല, പഠിക്കാൻ വന്ന് 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ബിസിനസ് ഒരാളുടെ കൂടെ തുടങ്ങി, പതുക്കെ ഡെവലപ്പ് ചെയ്തു, ആളുകളുടെ മനസ്സറിഞ്ഞു. അതുകൂടാതെ നമ്മുടെ ഫാമിലി മൊത്തം വന്നു, ഫാമിലി സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഞാൻ തന്നെയല്ലോ ചെയ്യുന്നത്, ഫാമിലി എല്ലാവരും ഒന്നിച്ച് ഒരു ഇതുവരെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. അതുകൂടാതെ മക്കള് ഡെവലപ്പ് ചെയ്ത് വരുന്നു, അനിയന്മാരുടെ മക്കളും എല്ലാവരും കേട്ടോ, പെങ്ങളുടെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടെ ഒരു വലിയ ഫാമിലിയാണിത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും പലർക്കും പറയാറുണ്ട്, നമ്മളിവിടെ മാത്രം ഒതുങ്ങേണ്ട ആൾക്കാരല്ല, ചിലപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോവാം. പലരും ചോദിക്കുന്നുണ്ട് പ്രോസിയുടെ ബ്രാഞ്ചൈസി ഇതല്ലേ, പ്രോസിയുടെ ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ആള് വേണം, ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള സംവിധാനം വേണ്ടേ. ഇവിടെ നമ്മൾ ഹാപ്പിയാണ്, ആളുകൾ ഹാപ്പി, ഫാമിലി എല്ലാവരും ഒരുമിച്ച്. അതെ, ഓക്കെ, അതെ, അടിപൊളിയാണ് കേട്ടോ. ഇൻസ്പിറേഷനാണ്. ഇവർ എല്ലാവരും ഒരു കുടുംബക്കാരാണ് കേട്ടോ, എല്ലാം ഇത് ചേർത്ത് നടത്തുന്നത്. എല്ലാവരും ഇവരുടെ കുടുംബക്കാർ എല്ലാവരും ഇവിടെ വന്നു. ഞാൻ ഇന്നലെ ആക്ച്വലി ആലോചിച്ചതാണ് കേട്ടോ, കാരണം പല ആളുകളും ഇവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, അവരുടെ ഒരു ബെറ്റർമെൻറ്റ് ലൈഫ് ഉണ്ടാവുന്നു. അതിനപ്പുറമായിട്ട് അവർക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ അവരുടെ നാട്ടിലെ കുടുംബം, ബന്ധുക്കൾ, അവരൊക്കെയാണ്. ബട്ട് ഇവിടെ ഞാൻ പ്രോസീഡ് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ സഹോദരൻ, അനിയൻ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പം അവർക്ക് ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഉണ്ട് ഇവിടെ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും അവരുടെ നാട്ടിലെ നെയ്ബേഴ്സ് മാത്രമേ അങ്ങനെ മിസ്സാവുള്ളൂ. ബട്ട് സ്റ്റിൽ അവരുടെ ഒരു വലിയൊരു ഫാമിലി ലൈഫ്, ബിഗ് ഫാമിലി ലൈഫ് അവർക്ക് ഇവിടെ തന്നെ കിട്ടുകയാണ് കേട്ടോ. അത് പല മലയാളികൾക്ക് ഇവിടെ വന്ന് എന്നൊക്കെ പറഞ്ഞ് സെറ്റിലായാലും അവരുടെ ആ ഒരു ഫുൾ ലൈഫ്, ഫാമിലി ലൈഫ് ഇവിടെ കിട്ടില്ല. അവരുടെ സിബ്ലിങ്സ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ അതൊന്നും കിട്ടില്ല കേട്ടോ. അത് ഇവിടെ അവരുടെ ഒരു ഫാമിലി ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ നോക്കിയതിൽ ഏറ്റവും ഇവർക്കുള്ള വിജയം കേട്ടോ, അല്ലേ? അല്ലേ? പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി ചാരിറ്റിയും പുള്ളി WMF വേൾഡ് മലയാളി ഫെഡറേഷനായിട്ട് ഇങ്ങനെ നടക്കുവാണ്, ഇതിൽ കൂടുതൽ പണിയെടുക്കുന്ന അളിയനാണെന്ന് കേട്ടോ. ഒരു അളിയനെ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോയ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവരെയൊക്കെ കാണിച്ചായിരുന്നു. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അനിയൻ, പ്രിൻസിപ്പളുടെ അനിയൻ. ഇതിലെ ഏറ്റവും ചെറിയ അനിയനാണ് നമ്മുടെ ഇന്ന് പോയില്ല മറ്റേ സിറോഷ് ചേട്ടൻ, നമ്മുടെ മോഹൻലാലിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ കളിയാക്കിയ. അപ്പം ഇതും ചേട്ടൻ സിറോഷ് ചേട്ടൻ്റെ മൂത്തതോ? എത്ര വർഷമായി ചേട്ടൻ ഇവിടെ വന്നിട്ട്? 34 വർഷം. പ്രിൻസിപ്പൾ വന്നിട്ട് എത്ര ആയപ്പോ? പുള്ളി വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? അന്ന് കണ്ടതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഏകദേശം എനിക്കൊന്ന് 8 മാസം കഴിഞ്ഞല്ലേ? 8 മാസം കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? പിന്നെ ചേട്ടന് വേറെ എത്ര അനിയനുണ്ട്? ഇല്ല, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 3 പേര്. ഒന്ന് സിറോഷ് ചേട്ടൻ, ഒന്ന് ഇത്, പിന്നെ ബാക്കി ഇവരുടെ ഫാമിലിയാണ്. അപ്പുറത്തെ കോസ്മെറ്റിക്കിലും ബാക്കി റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ എല്ലാം അവരൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു പഴയ വീഡിയോയിലൊക്കെ, അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നു കയറാനും പഠിക്കാൻ. ഫസ്റ്റ് ടേം കഴിയാറായി, പക്ഷെ അടുത്ത ടേം പഠിക്കണമെങ്കിൽ ദേ ഡോണ്ട് ഹാവ് വിസിറ്റ് വിസ തീർന്നുപോയി. അപ്പൊ ഇവരെ ഏജൻസി പറ്റിച്ചതാണല്ലേ? എങ്ങനെ അവര് അവരുടെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും സ്കൂളിനെ കോളേജിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ദാറ്റ്സ് എ കമ്മ്യൂണിറ്റി കോളേജ്. കമ്മ്യൂണിറ്റി കോളേജ് ഒന്നും ജസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കോളേജസ് വേറെ. ഒരു റോങ് ഇൻഫോർമേഷനിൽ കയറി പോയിട്ട് 2 പേര് കരഞ്ഞു അലച്ച് തിരിച്ചെത്തി. ബാക്കിയുള്ള 8-16 പേര് അവിടെ ഉണ്ട്.
18 പേരുണ്ട്. അതിൽ 8 പേർക്ക് അവരുടെ ടെമ്പററി സ്റ്റേയുടെ അപ്രൂവൽ കിട്ടി. 8 പേര്, 2 പോലീസുകാരാ ചെക്ക് ചെയ്ത് ഇവരുടെ പേപ്പേഴ്സ്. അതിൽ ഒരു പോലീസിന്റെ കയ്യിൽ 8 മറ്റേ പോലീസ് മുഴുവൻ റിജക്ട് ചെയ്തു. അപ്പൊ 8 പേരുടെ ഒരു അവസ്ഥ ഭയങ്കരമാണ്. ആ റിജക്ട് ചെയ്ത പയ്യനും ഇതും എല്ലാം വിളിച്ച് കരഞ്ഞിട്ട് മീൻസ് നമുക്കിത് കിട്ടിക്കഴിഞ്ഞ് പ്രിൻസ് സാർ അയച്ചു എന്ന് കഴിഞ്ഞ് നോർക്കയുമായിട്ട് കണക്ട് ചെയ്ത് നോർക്കയോട് സംസാരിച്ച് അവര് ഞാനപ്പം CM ഇത് അറിഞ്ഞിരിക്കണം, ഒരു മീഡിയയിൽ തന്നെ പറയണം ഇങ്ങനെ ധാരാളം ആളുകൾ ഈ സ്റ്റഡി അബ്രോഡൊക്കെ ഇങ്ങനെ ഫേക്ക് ആയിട്ട് ടൂറിസ്റ്റ് വിസയിൽ കയറ്റി വിടുന്നു. ഒരു സാധനം ഉണ്ടാക്കുമായിരുന്നു, തൂഫാന്റെ സാധനം പറഞ്ഞ പോലെ ഈ സ്റ്റുഡൻസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തെന്നറിയാം. ഒന്ന് മൊറീഷ്യസില് ഒരു ബ്ലാക്ക് ലിസ്റ്റിലിട്ട കോളേജിൽ പോയി ജോയിൻ ചെയ്ത് നെയ്ബർ പറഞ്ഞെന്നും പറഞ്ഞു. 4 പെൺപിള്ളേരെ ഇപ്പം സ്പീക്കർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ലാസ്റ്റ് വീക്കിൽ ഒരു കൊച്ചിന്റെ ടിക്കറ്റും എല്ലാം എടുത്തു കൊടുത്ത് നമ്മള് 30-ാം തീയതി അത് കയറി പോകുന്നു ലാസ്റ്റ് ഇതിന്റെ അകത്ത്. ആ സമയം നോക്കി ഈ പിള്ളേർ എന്തോ ചെയ്യുന്നു പറഞ്ഞാൽ ചെറിയ ചെറിയ ജോലി പെട്ടെന്ന് കൊടുക്കും, കാശുണ്ടാക്കി തിരിച്ചു പോകാൻ വീട്ടുകാരോട് പറയാൻ പേടി. കാരണം അവരുടെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ചെയ്തു പോകുന്നത്, പറഞ്ഞിട്ടുമല്ല. അവർക്ക് പുറത്തു വരണമെന്നൊക്കെ വിചാരിച്ച പാരന്റ്സിനെ ഫോഴ്സ് ചെയ്ത് കടം വാങ്ങിയൊക്കെ വരും. ഈ കോളേജുകളിലേക്കാണ് നമ്മൾ എത്തി നോക്കേണ്ടത്. ഇങ്ങനെയുള്ള പിള്ളേര് എല്ലാ കോളേജ് ക്യാമ്പസിലും സ്കൂൾ ക്യാമ്പസിലും ഇതിന്റെ ഒരു കറക്റ്റും ഈ നോർക്കയും ഇതിനെ പറ്റിയൊക്കെ ഒരു അറിവ് കൊടുക്കണമെന്ന് ഞാനിന്ന് സ്ട്രോങ്ലി നോർക്കയോട് ഞാൻ സംസാരിച്ചു. മാത്രമല്ല അവരുടെ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രോപ്പർ കോളേജ് അവര് തന്നെ പറയുവാണെങ്കിൽ അഷ്യൂർ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അവർക്ക് ഇപ്പൊ ഗ്യാരണ്ടി ഇല്ല. പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ സ്ഥലത്ത് പോകുന്നതും വിസയും ഡി വിസയും സി വിസയും അറിയാത്ത പിള്ളേർ എങ്ങനെയായി പോകുന്നത് അല്ലെ? 6 ലക്ഷം രൂപ ആദ്യം കൊടുത്തിട്ട് സി വിസ കയറി പോയേക്കുന്നു. ഞാനൊന്ന് വഴക്കും പറഞ്ഞു. പിന്നെ എന്തോ ചെയ്യാനോ 21 വയസ്സുള്ള പിള്ളേരല്ല മോസ്റ്റ് ഓഫ് ദം. എങ്ങനെ ഇവര് ധൈര്യമായിട്ട് പോയത്? അപ്പൊ പേരൻസിനോട് ഇനിയും പറയാൻ പേടിയാ. അവരൊപ്പിച്ചു കൊടുത്ത പൈസ, പക്ഷെ അവര് ഫുള്ളി അവെയർ അല്ല എന്താന്നുള്ളത്. സോ ദാറ്റ് മീൻസ് ചിൽഡ്രൻ നീഡ്സ് ടു ഗെറ്റ് ഒരു അവയർനെസ്, ഇത് കൊടുക്കണം, അവയർനെസ്. ഞാൻ പേടിച്ച 24 വർഷത്തിൽ സന്തോഷം കണ്ടിട്ടില്ലല്ലേ? ഞാൻ പേടിച്ച ഞാനിങ്ങനെ ഫുട്ബോൾ കണ്ടോണ്ടിരിക്കുകയാണ്, ഉടനെ പേടിച്ചു കേട്ടോ. അർജന്റീന ഗോൾ അടിച്ചു, അതിന്റെ ഇതാണ്. പിന്നെ നേരത്തെ കോൾ വന്നത് മറ്റേ WMF-ന്റെ ഒരാൾ, അവർ ഇവരുടെ WMF-ന്റെ പ്രസിഡന്റാണ്. കോൾ വന്നതെന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ പല രാജ്യങ്ങളില് പല രീതിയിൽ ടൂറിസ്റ്റ് വിസയൊക്കെ എടുത്തിട്ട് കുറെ ഏജന്റുകളെ തപ്പിച്ച് അവിടെ കോളേജിലൊക്കെ പറഞ്ഞു വിടും. ചില കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ പോലും ഇല്ലായിരിക്കും. അങ്ങനെയാണ് കേട്ടോ പല ആളുകൾ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള ഇതാണ്. ഇപ്പം മലയാളികൾ മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യത്തിൽ വന്ന് ടൂറിസ്റ്റ് വിസയിൽ വന്ന് കേട്ടോ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ആരെങ്കിലും നല്ല കൺസൾട്ടൻസി അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതിന് നല്ലപോലെ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട് സമയത്തിന് കാണുമ്പോൾ. ഇപ്പോൾ ഒരിക്കലും വിസയെക്കുറിച്ച് ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ അടിച്ചാൽ മതി, വോയിസ് ജെമിനിയിലൊക്കെ വോയിസ് വെച്ച് പറഞ്ഞാൽ മതി മലയാളത്തിൽ. ഞാനിങ്ങനെ ഇവിടെ പോവാണ്, ഈ ടൂറിസ്റ്റ് വിസ വെച്ച് പോകണോ, ഈ കോളേജ് നല്ലതാണോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ഓരോ കോളേജിൽ കയറുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരക്കാരനായിട്ടുള്ള വിജിത്തേട്ടൻ്റെ അടുത്ത് വന്നു, വെള്ളനാടുകാരൻ. നമ്മളിനി ഡബിൾസ് അടിച്ച് ഒരു മിനിറ്റ്. ഈ സാധനം ഞാൻ പോയത് ഇങ്ങനെ കുറെ ഇങ്ങനെ പിടിച്ചു പോയത് ഞാൻ പേടിയാണോ എനിക്ക്? പേടിയാ കുറച്ച്. അതൊക്കെ പേടിയണ്ട. ഓക്കെ, അന്ന് ഞാനിങ്ങനെ പോയത് നമ്മുടെ ഇസ്രായേലിലെ നമ്മുടെ മലയാളിയുടെ കൂടെയാണ് കേട്ടോ. തെല്ലവീവിലെ ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ പോയത്. ഇപ്പൊ താണ്ടേ നമ്മുടെ വിജിത്തേട്ടൻ്റെ കൂട്ടാണ്.